മഹാനവമി ദിനത്തിൽ കോട്ടയം പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകുന്നേരം മഹാദീപാരാധനയും പുഷ്പാഭിഷേകവുമുണ്ട്. വിദ്യാരംഭത്തിനും ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. 25,000-ഓളം പേരെ ഇത്തവണ എഴുത്തിനിരുത്താൻ അവിടെ കൊണ്ടുവരുമെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഖിൽ കെ നമുക്കൊപ്പം ചേരുകയാണ്. അഖിൽ കെ, നമസ്കാരം, സുപ്രഭാതം. ഈ പനച്ചിക്കാട് എന്ന് പറയുമ്പോൾ ദക്ഷിണ മൂകാംബികയാണ്. അവിടുത്തെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയിൽ തന്നെ പ്രത്യേകതകൾ ഉള്ളതാണ്. നവരാത്രി എന്ന് പറഞ്ഞാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞാൽ പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്കാണ് ഏറ്റവും അധികം ഭക്തരെത്തുന്നത്. അവിടുത്തെ മഹാനവമി ദിനത്തിലെ കാഴ്ചകൾ എങ്ങനെയാണ്? സുജയ, വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ സുജയ പറഞ്ഞ പോലെ തന്നെ 25,000-ഓളം ആൾ വരുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ വിജയദശമി ആഘോഷങ്ങളുടെ ആ ഒരു രാവിലത്തെ ദർശനത്തിനായിട്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ഇതിനോടൊക്കെ എത്തിക്കഴിഞ്ഞു. ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേക്കും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുമെന്ന് തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികളൊക്കെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമായും ഈ മഹാനവമി ദർശനത്തിനായിട്ടുള്ള ആ ഒരു അതായത് വൈകുന്നേരമൊക്കെ വലിയ വിപുലമായ പൂജകൾ, മഹാദീപാരാധനയും ഒപ്പം തന്നെ മഹാപുഷ്പാഭിഷേകവുമാണ് ഇന്ന് വൈകുന്നേരം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനേക്കായിട്ട് ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ എത്തും എന്നൊരു പ്രതീക്ഷയാണ് നമ്മൾ ദേവസ്വം ഭാരവാഹികളുമൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ അവരിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നാളെ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ വിപുലമായാണ്. നമ്മളിപ്പോൾ ഇത് ഈ കാണുന്ന ക്ഷേത്രത്തിൽ നിന്ന് മുട്ടുമുകളിലായിട്ടുള്ള ഭാഗത്താണ് ഈ വിദ്യാരംഭ മണ്ഡപമുള്ളത്. അവിടെയാണ് വളരെ വിപുലമായി തന്നെയുള്ള ഒരു ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുക. ഒരേ സമയം നമുക്ക് ക്ഷേത്രഭാരവാഹികളും ചേർന്ന് ഒരേ സമയം നമുക്ക് എത്ര പേരെ എഴുത്തിരുത്താൻ കഴിയുന്നതാണ് പ്രതീക്ഷ? ഒരേ സമയം 40 ആചാര്യന്മാരായിരിക്കും വിദ്യാമണ്ഡപത്തിൽ ഇരിക്കുക. നമ്മൾ വിദ്യാരംഭത്തിനും ദർശനത്തിനും പ്രത്യേക ക്യൂ സംവിധാനങ്ങളും മേളിൽ നിന്ന് വരുമ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വിദ്യാരംഭത്തിന് നമ്മൾ രാവിലെ 4 മണിക്ക് ആരംഭിക്കും. 4 മണിക്ക് 40 ആചാര്യന്മാരുടെ ഇടയിലേക്ക് നമ്മൾ ഒരേ സമയം 40 പേരെയാണ് നമ്മളിപ്പം ഇരുത്താനുള്ള സംവിധാനമുള്ളത്. അതെ. ഇത് വലിയൊരു തിരക്ക് തവണ ഉണ്ടാവുന്നില്ല. അപ്പോൾ എത്ര മണി തൊട്ട് തുടങ്ങും? എങ്ങനെ? ഏകദേശം 20,000-ഓളം പേരെയാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത്, വിദ്യാരംഭത്തിന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ നമ്മൾ ഇവിടെ അവർക്ക് 20,000 കുട്ടികളെ എഴുതി 4 മണി മുതൽ ഏകദേശം ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ വിദ്യാരംഭ ചടങ്ങുകളും നീളും. അപ്പം നിങ്ങൾ ഭക്തജനങ്ങൾ വരുന്നവർ വിദ്യാമണ്ഡപത്തിലേക്ക്, വിദ്യാരംഭത്തിനുള്ളവർ വിദ്യാമണ്ഡപത്തിൻ്റെ ക്യൂവിലേക്കും ദർശനത്തിനുള്ളവർ ദർശനത്തിൻ്റെ ക്യൂവിലേക്കും കയറിയാൽ വളരെ ഭംഗിയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വിദ്യാരംഭം കഴിച്ച് കുട്ടികളെ പുറത്തേക്ക് വിടാനുള്ള സംവിധാനം ക്യൂകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകം ക്യൂ സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ സൗജന്യമായി പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് എത്തിക്കഴിഞ്ഞാൽ പന്തലിൽ ക്യൂവിൽ കയറിയാൽ 1.5 മണിക്കൂർ കൊണ്ട് വിദ്യാരംഭവും ദർശനവും കഴിഞ്ഞ് നിങ്ങൾക്ക് പുറത്ത് നിങ്ങളുടെ പാർക്കിങ്ങിലേക്ക് എത്താനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 20,000-ഓളം കുട്ടികൾ. അതിൽ കൂടുതലൊരു ഇത് വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും അതിനുള്ളിലൊരു മാറ്റം. എന്തായാലും ഇവിടെ വന്ന് 1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് പോവാം. അത് കഴിഞ്ഞ് ഇവിടെ ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. അഖിൽ, ഇതുപോലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എഴുത്തിനിരുത്തിയ ഒരു കുട്ടിയാണ് ഇപ്പോൾ അഖിലിനോട് സംസാരിക്കുന്നത്. അതെന്തായാലും നന്നായി. ഞങ്ങളുടെ ആങ്കർ സുചിയുണ്ട് ഇവിടെ. പണ്ട് എഴുത്തിനിരുത്തിയ ആളാണ്. അതെ, സുജി ഇവിടെ നമ്മുടെ അടുത്തുള്ള ആൾ തന്നെയാണ്. ഞാൻ വാഗ്ദാനം നമുക്കൊക്കെ അറിയാം, നമ്മളിവിടുത്തെ ആൾ തന്നെയായിട്ട് സുജയെ അറിയാൻ പറ്റും. സുജയെ തൊഴാൻ വന്നിട്ട് ഒത്തിരി കാലമായിരുന്നു. അതിനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ എനിക്ക് സുജയനെ ആൾക്കാരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് നാളെ വരുന്നുണ്ട്. എന്തായാലും സുജി നാളെ വന്ന് കാണാം. സുജിക്ക് അറിയാമെന്ന് കരുതുന്നു. പക്ഷേ മറ്റ് ഒരു ക്ഷേത്രങ്ങളൊക്കെ വിഭിന്നമായിട്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഈ കലാ ഉപാസനകളൊക്കെ ആരംഭിക്കുമെന്നുള്ളതാണ്. ഏകദേശം ഇത്തവണ നവരാത്രിക്ക്, അതായത് 9 ദിവസം മുൻപ് തുടങ്ങുന്നതിന് പകരം ഒരു 4 ദിവസം മുൻപ് തന്നെ ഇവിടെ കലാ ഉപാസനകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അത്രത്തോളം വലിയ തിരക്കായിരുന്നു. സംസ്ഥാനത്തു നിന്നും പുറത്തു നിന്നും അതുപോലെ തന്നെ ഉള്ളിൽ നിന്നുള്ള വിവിധ കലാകാരന്മാരൊക്കെ തന്നെ എത്തി ഇവിടെ കലാപസരം നടത്തി പോകുന്നതാണ്. മറ്റേ സുജയ, ഒരു വ്യത്യസ്തത ഞാൻ കണ്ടത്, അതായത് എൻ്റെ നാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ വാഹന പൂജയും ആയുധ പൂജയും ഒക്കെ വളരെ വിപുലമായി നടക്കുന്നതാണ്. പക്ഷേ ഇവിടേക്ക് എത്തിയപ്പോൾ വാഹന പൂജയോ ആയുധ പൂജയോ ഇല്ല എന്നൊരു കാര്യം കൂടി അറിഞ്ഞു. നമ്മുടെ നാട്ടിലേക്കൊക്കെ ഭയങ്കര വിപുലമായിട്ട് അത്തരത്തിലുള്ള അതൊരു വലിയ വിപുലമായ ഒരു ആഘോഷമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. നവരാത്രി ആഘോഷ കാഴ്ചകൾ നമുക്ക് കൂടുതലായി തന്നെ എത്തിക്കാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കാണിച്ചു തരുന്നത് പോലെ വിദ്യാമണ്ഡപം മുകളിലാണ്, താഴെയാണ് പ്രതിഷ്ഠ വരുന്നത്. പ്രതിഷ്ഠ അഭിമുഖ പ്രതിഷ്ഠയാണ്. അപ്പോൾ അവിടെ കൃത്യമായി ക്യൂ നിന്ന് എല്ലാ സജ്ജീകരണങ്ങളും 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തി എല്ലാവർക്കും വിദ്യാരംഭം കുറിച്ച് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾക്കായി പ്രേക്ഷകർ തുടരുക.